ഫുൾ അതിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാധനം നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഈ വാഴയിൽ എന്തിനാ അങ്ങനെ പൊക്കി പിടിച്ചേക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. കണ്ട മുടിയിലും അങ്ങനെയൊക്കെ അതിന് ചുറ്റും അവരിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. ആക്ച്വലി ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, കാരണം ആ സമയത്ത് ഞാൻ പകുതിയും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയും നമുക്ക് ആ ഒരു റിലീഫ് കിട്ടും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോവും, കാരണം കുറേ നേരം നമ്മൾ ഒരേപോലെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. കുറേ നാൾ ബാക്ക് പാക്കൊക്കെ ഇട്ട് നടന്നതല്ലേ, അപ്പോൾ ഷോൾഡറിനൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ. അപ്പോൾ മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റിലീഫ് ഫീൽ ചെയ്യും കേട്ടോ. അതിനാണ് ഈ മസാജൊക്കെ ചെയ്യുന്നത്. ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം കുറേ നടക്കുന്നതല്ലേ, അപ്പോൾ കാലിനെല്ലാം മസാജ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. പിന്നെ ആൺകുട്ടികൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഫുള്ള് ഭയങ്കര റഫായിരിക്കുന്നു, പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള തന്നെയാണ് അവർ ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡുമാണ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവർ ശരീരമൊക്കെ കാണുമ്പോൾ വിചാരിക്കും തീരെ സോഫ്റ്റ് അല്ല എന്നുള്ളത്, പക്ഷേ സോഫ്റ്റാണ്. ഞാൻ പൊതുവെ ഞാൻ ചെയ്തിട്ടുള്ള മൊത്തം പെൺകുട്ടികളെ വെച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് ഒരു ആൺകുട്ടിയെ വെച്ച് അങ്ങനെ മസാജ് ചെയ്യുന്നത്, പക്ഷേ ഒരു സെയിം ഫീൽ തന്നെയാണ് കേട്ടോ, അത് അറിയുന്ന പോലും ഇല്ല. പിന്നെ ഇവർ ഈ മസാജ് ചെയ്യുന്നത് ഷിയ ബട്ടർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഷിയ ബട്ടർ ഇവിടെ തന്നെ മെയ്ഡ് ചെയ്യുന്നതാണ്, ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ടാൻസാനിയ, പിന്നെ അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ കുറച്ച്, ഗാന, അങ്ങനെ കുറച്ച് രാജ്യങ്ങളിലാണ് ഇത് ഷിയ ബട്ടറിൻ്റെ ഒറിജിനൽ സാധനം ഉള്ളത്. മസാജ് ചെയ്യാത്തവർ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി മസാജ് ചെയ്യണം കേട്ടോ, അപ്പോൾ അറിയാം അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എല്ലാം. പിന്നെ അവർക്ക് കപ്പിൾ മസാജ് ഉണ്ട്, ഗ്രൂപ്പ് മസാജ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് മസാജുകളും ഇവർക്കുണ്ട് കേട്ടോ. എനിക്കൊന്നും ഞാൻ മാത്രമാണ് ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്, ബാക്കി സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ കൂടുതലും ഒരു 5-6-7 പേരൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലൊക്കെ എന്തെങ്കിലും പെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആവുന്നതാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്, കാലിൽ പെയിൻ ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്. അതെല്ലാം ആ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി ബാക്ക് പാക്ക് എടുത്ത് നടന്നിട്ട് പ്രോപ്പറായിട്ട് ഫുഡ് ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനത്തെ പെയിനെല്ലാം വരുന്നത്. പക്ഷെ അതെല്ലാം റിലീഫ് കിട്ടും. ഇവിടെ കിളികളുടെ സൗണ്ടും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും ഫുള്ളി നാച്ചുറലി അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഓൾമോസ്റ്റ് മസാജ് എല്ലാം അത് കഴിഞ്ഞിട്ട് ഇവർ തുടങ്ങിയ പോലെ തന്നെ വീണ്ടും ഈ ഒരു ഇല വെച്ചിട്ട് വീശിക്കൊണ്ടേയിരിക്കുക. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കണ്ണടച്ച് നല്ല മയക്കത്തിലായിട്ടുണ്ട്. ഇത് ആക്ച്വലി കുറച്ച് നേരമല്ല കേട്ടോ നീണ്ടു നിന്നത്, കുറേ നേരം ഇവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. കുറേ നേരം വട്ടത്തിൽ ചുറ്റും, പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നൊരു ഷോ ഓഫ് പോലത്തെ ഒരു സംഭവമാണ്, കാരണം ഇത് കുറച്ച് നല്ല പൈസ കൊടുത്ത് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ഓക്കെ ഇത് എന്തോ ഒരു സംഭവമാണ് വരണം എന്നുള്ളത്. പക്ഷെ മസാജ് അടിപൊളിയാണ്, ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇത് ഈ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നതിന് വേറെ എന്തോ മീനിങ് ഉണ്ട്. കാരണം